മതം എത്രയാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് ഭൗതികവും, ഭൗതികം എത്രയാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കുക. രണ്ടും പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും പറ്റൂല. പഴയ കാലത്തൊക്കെയുള്ള മനുഷ്യന്മാർക്ക് 3-ാം ക്ലാസ് ഉണ്ടാകുക. പഠിപ്പിക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാനിട്ടോ, ഞാൻ അങ്ങനെ തെറ്റായി വിശദീകരിക്കൊന്നും വേണ്ട, പഠിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ്. പക്ഷെ മുമ്പ് 3-ാം ക്ലാസ് മദ്രസയും 3-ാം ക്ലാസ് സ്കൂളും പോയ കുറേ ആൾക്കാരുണ്ടാവും, പാടത്ത് കന്നൂട്ടണം. ഓലടുത്ത് ചെന്നിട്ട് എടാ അള്ള ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ കൈക്കോട്ടുണ്ടായിട്ട് തലമാറി പിടിച്ചിട്ട് പറയും, ദേശം അടുത്തേക്ക് വാനക്കാൻ തെളിവ് ഇപ്പം കാണിച്ചു തരാറ്. ഓൻ്റെ ഈമാൻ പോലല്ലോ, ഓൻ്റെ ഈമാനിന് ഒരു കുഴപ്പവും പറ്റൂല. എന്തേ? ഓന് രണ്ടും ഒരേമാതിരി ഉള്ളൂ എന്നുള്ളതാണ് കുഴപ്പം. ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് മതവിജ്ഞാനം കൂടണം, അല്ലെങ്കിൽ പിടിച്ചിക്കാൻ കഴിയില്ല. നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ ഒരു 13 വയസ്സാകുമ്പോഴേക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5-ാം ക്ലാസ്സതും ഒന്ന് 7-ാം ക്ലാസ്സതും. അത്യാവശ്യം ഇപ്പോൾ പെൺകുട്ടിനെ പുതിയാപ്പിളാർ കാണാൻ വരുമ്പോൾ ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ 2 സർട്ടിഫിക്കറ്റ് തൂക്കിയാൽ തന്നെ ധാരാളം ആയല്ലോ. ഇനിയിപ്പോൾ എന്തിനാ പഠിച്ചാൽ പോണത് എന്നായി. ഇതാണ് സംഗതി. കുഴപ്പമില്ല, രണ്ടും ഒരേമാതിരി ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം കൂടിയില്ലെങ്കിൽ ഇത് പഴഞ്ചനാണ് എന്ന് തോന്നും. എന്തുകൊണ്ട്? മനുഷ്യന്റെ വിവരത്തിൻ്റെ അനുസരിച്ച്, മനുഷ്യന്റെ വിവരത്തിൻ്റെ തോതനുസരിച്ചാണ് ആയത്തുകളും ഹദീസുകളും ഒരാളോട് സംസാരിക്കുക. എല്ലാ ആയത്തും എല്ലാ ഹദീസും എല്ലാവരോടും ഒരേമാതിരി അല്ല പറയണത്. ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഗ്യാസ് ട്രബിളിനെ കുറിച്ച് പറഞ്ഞ പാഠങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഗ്യാസ് ട്രബിളിനെ കുറിച്ച് പഠിക്കുന്ന അധ്യായത്തിൽ ആദ്യം പറയുന്ന ഹദീസ് ഇന്നമല്ലാമാല് ബിന്നിയാത്ത് എന്നുള്ള ഹദീസാണ്. അതെങ്ങനെയെന്നുള്ളത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകുകയല്ല. ഇന്നമല്ലാമാല് ബിന്നിയാത്ത് എന്നുള്ള ഹദീസ് ഗ്യാസ് ട്രബിളിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ തോന്നിയിട്ടുണ്ടോ? ഇതാണ് ആയത്തുകൾ ഹദീസുകളുടെ ഒരു പ്രത്യേകത. മനുഷ്യന്റെ പഠനം എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് ആയത്തുകളും ഹദീസുകളും ഒരാളോട് സംസാരിക്കുക. ഇപ്പൊ കൊറോണ ആയതിനു ശേഷം ഒരാൾ ചോദിച്ചു എന്നോട്, കരിഞ്ജീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണല്ലോ പുതിയ പഠനത്തിൽ വന്നത്. അപ്പോ മുഹമ്മദ് നബി കരിഞ്ജീരകം ധാരാളം തിന്നാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് കാര്യം അബദ്ധത്തിലാവൂലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാൾ കരിഞ്ജീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകും എന്ന് പഠിച്ചെത്തിയ ഒരാൾ ആ ഹദീസ് ഒന്നുകൂടി പഠിക്കേണ്ടി വരും. എന്താണ് ആ ഹദീസിലുള്ളത്? ഹബ്ബത്തു സൗദ, ഈ കറുത്ത വിത്ത്, അത് കരിഞ്ജീരകത്തിന് പറഞ്ഞ വേറൊരു പേരാണ്. കരിഞ്ജീരകം ഷിഫാഉൻ, ശമനമാണ്, മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗത്തെ തൊട്ടും എന്നാണ്. എല്ലാ രോഗത്തെ തൊട്ടും ശമനാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്നതിന് കിട്ടൂല, മരുന്നാണെന്നേ കിട്ടുള്ളൂ. കൊളത്തൂരൊന്നും ഓൽമെന്റ് തിന്നലുണ്ടില്ല, പാണമ്പറുണ്ടോന്ന് എനിക്കറിയില്ല. മരുന്നാണെന്ന് പറഞ്ഞാൽ തിന്നാന്നതിന് കിട്ടൂല. സത്യത്തിൽ ആ ഹദീസിൽ തിന്നാന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്തേ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഒരു മനുഷ്യന്റെ വിവരം എവിടെയാണോ അതിനനുസരിച്ച് മതം പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ദീനിന്റെ പഠനം അവസാനിപ്പിക്കാൻ പാടില്ല. തന്നെ സൗകര്യമില്ലാത്തതല്ല പ്രശ്നം, വേണ്ടാന്ന് വെച്ചതാണ്. വെള്ളിയാഴ്ചത്തെ പള്ളിക്കത്തൊരു വയത് പോലും കേൾക്കാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ്. തയ്യാറാണ് രൂപത്തിൽ പറയില്ല എന്നുള്ളത് വേറെ കാര്യം, പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും നമ്മളതിന് തയ്യാറില്ല. യൂട്യൂബിൽ നിന്ന് പഠിക്കാമല്ലോ, സൗകര്യം ഉണ്ടല്ലോ. ഗൂഗിളിൽ സൗകര്യം ഉണ്ടല്ലോ. സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ, സമന്വയ അല്ലാത്തതുണ്ടല്ലോ. ആൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ, പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ. പഠിക്കാൻ സൗകര്യമില്ലായിട്ടാണെന്ന് ഒരിക്കലും പറയാൻ കഴിയൂല. പഠിക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. ദീൻ അതിനകത്തൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ബാദി ഉസ്താദ് പറഞ്ഞ പോലെ ഒരു മഹല്ലിലെ ജനങ്ങളുടെ സർവ്വതോന്മതമായ പുരോഗതികളെ ലക്ഷ്യമാക്കിയാണ് മഹല്ല് ജമാഅത്ത് പ്രവർത്തിക്കേണ്ടത്. നമ്മളെ മഹല്ല് കമ്മിറ്റി, ഞാൻ വന്നേക്കിന് കണ്ടൊരു നോട്ടീസ്, മഹല്ല് കമ്മിറ്റി 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഞാനത് സാന്ദർഭികമായിട്ടൊന്ന് പറയാണ്. ഒന്നിതിലുള്ളത് വിവാഹിതരല്ലാത്ത 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്കും 21 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും നൽകുന്ന ഒരു പ്രത്യേകമായ കോഴ്സ് ഉണ്ട്, പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞത്. എങ്ങനെ പെണ്ണെട്ടി ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സ് എന്നതിൻ്റെ അർത്ഥം. അതൊക്കെ അതിനകത്തരം പഠിക്കാൻ മാത്രം ഉണ്ടോയെന്ന് നമുക്ക് തോന്നും. അതൊന്നും പഠിക്കാൻ മാത്രമില്ല എന്ന് തോന്നി തന്നെയാണ് നമ്മളെല്ലാ പ്രശ്നവും, എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം അതാണ്. അപ്പം ഇന്ന് ഞാൻ ഉച്ചൻ്റെ മുമ്പ് ഒരു തങ്ങന്മാരെ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. അപ്പം ഞാൻ ഓരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഭാര്യമാരോട്, അതിപ്പോൾ നിങ്ങളോടും ചോദിക്കേണ്ടത് തന്നെയാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഭാര്യമാരോട് 20 കൊല്ലം 25 കൊല്ലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരുടെ എപ്പോഴെങ്കിലും മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ?
സത്യത്തിൽ എല്ലാ പ്രശ്നം ഉണ്ടായത് ഈ വർത്തമാനത്തുമല്ലേ. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഏതെങ്കിലും സംസ്കൃതത്തിലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ പറയാത്തതല്ലേ സത്യത്തിൽ പ്രശ്നം. അത് പെയിന്റിങ്ങേരം പറഞ്ഞപ്പോൾ ഓൻ്റെ ഒപ്പം പോയി, ഓൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഓൻ ചുരിദാർ വാങ്ങിക്കൊടുന്നു കൊടുത്തിട്ടൊന്നുമില്ല. ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞപ്പോൾ ഓൻ്റെ ഒപ്പം പോയി. ഓട്ടോറിക്ഷക്കാരൻ എന്തേ മൂതരം കൊടുന്നു കൊടുത്തിരുന്നോ? ഇല്ലല്ലോ. ഈ ഒരു വർത്താനം മാത്രമാണ് പറഞ്ഞത്. ഏത്? എനിക്ക് നിന്നെ ഇഷ്ടമാകുന്നു, നിന്നെ എനിക്കിഷ്ടമാകുന്നോന്ന്. ഒന്നുകിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടാവും. അത് അവനാൻ്റെ പെണ്ണുങ്ങളോട് അവനാൻ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഓരോ ഒരു മീൻകാരൻ്റെ ഒപ്പം പോവില്ല, ഒരു കന്നൂട്ടുകാരൻ്റെ ഒപ്പം പോവില്ല, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറൊപ്പം പോവില്ല, ആരൊപ്പം പോവില്ല, നമ്മളൊപ്പേ പോവുള്ളൂ. നമ്മൾ 20 കൊല്ലമായിട്ട് ഇതുവരെ പറയാഞ്ഞ് പഠിച്ചില്ല, അത് പറയണം എന്നുള്ളത് പഠിച്ചില്ല. അപ്പൊ നമുക്ക് തോന്നും അതൊക്കെ അതിനകത്തരം പഠിക്കാനുള്ളതാണോ? മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം ജന്മന ഉണ്ട്. മനുഷ്യക്കുട്ടി ശ്വാസം വലിക്കണമെങ്കിൽ ഒരാള് മുഖം തടവി കൊടുക്കണം. മനുഷ്യന് ഒന്നിനും ജന്മന കഴിവില്ല. എല്ലാം പഠിക്കാനുള്ള അടിസ്ഥാന കഴിവ് മാത്രമാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് മനുഷ്യനെന്തും പഠിക്കാൻ കഴിയും, പക്ഷെ പഠിക്കാതെ ഒരിക്കലും നടക്കൂല. അതുകൊണ്ട് വൈവാഹിക ജീവിതം പഠിക്കാത്ത തന്നെയാണ് പ്രശ്നം എന്ന്. അതുകൊണ്ട് മാല്യമറ്റി പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോം കുറച്ച് അതിൻ്റെ കൂടെ വിതരണം ചെയ്യും. താല്പര്യമുള്ളവർ പൂരിപ്പിച്ചു കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി പ്രത്യേകമായി. അതുപോലെ മയ്യത്ത് പരിപാലനത്തിൻ്റെ ഒരു ക്ലാസ്സും ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മയ്യത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ അവനാൻ്റെ വാപ്പയും ഉമ്മയും ബന്ധപ്പെട്ടവരൊക്കെ മരിച്ചാൽ അവനാ തന്നെ കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. അതിന് ആളെ തിരഞ്ഞെടുക്കലല്ല. പിന്നെ ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമോ ഊരക്ക് വല്ല ബെൽറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരോഗ്യമുള്ള ആൾക്കാരെ ആക്കേണ്ടി വരുന്നു മാത്രം. എന്നാലും ഒരു സഹായിയായിട്ട് നമ്മൾ തന്നെ ഉണ്ടാകണം. അതിനെന്ത് വേണം? ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ചെറിയൊരു വിവരം അതിന് ആവശ്യമുള്ളൂ. നമ്മളോട് ക്ലാസ്സിനും പോവില്ല, പഠിക്കൂല, സൗകര്യമുണ്ടെങ്കിൽ ചെയ്യൂല വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട പരിപാടി മഹല്ല് കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് വന്നപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞു. ആ വിവരം ഞാൻ നിങ്ങളോട് പറയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടുപോകുന്നതിനാണ്. എത്ര ഭൗതികം പഠിച്ചാലും ഒരു കുഴപ്പമില്ല, അത്ര ദീൻ പഠിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം പണ്ഡിത വേഷധാരികൾ ഉണ്ടാക്കി തീർത്ത വയ്യാവേലികൾ മാത്രമാകുന്നു എന്ന് തോന്നുന്നതിന് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഒരു വാക്കുകൂടി ഞാൻ നിങ്ങളോട് പറയാം. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക പെൺകുട്ടികൾക്കാണ്, ആൺകുട്ടികൾക്കല്ല. അതിന് വൈജ്ഞാനിക നിരാശാരോഗം എന്നാണ് പറയാ. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പടച്ചോനെ ഇതൊന്നും കുറച്ച് മുമ്പ് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്ന കൂടുതലും സ്ത്രീകൾക്കാണ്. ആണുങ്ങൾക്ക് അങ്ങനെ തോന്നൂല. അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത്. അത് പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് കുറേ കാലം കഴിയുമ്പോൾ പെൺകുട്ടികളെ ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറേ കാലത്തിന് ശേഷം അവർ ആക്ഷേപിക്കും. എൻ്റെ വാപ്പന്നെ പഠിപ്പിക്കായിട്ടേ, ഇമ്മന്നെ പഠിപ്പിക്കായിട്ടേ എന്ന് ഏറ്റവും ചുരുങ്ങിയത് കുയ്യക്ക് കാലി നിട്ടുമ്പോൾ എല്ലാവർക്കും നിക്കരിച്ചാൻ തോന്നുമല്ലോ, അന്നെങ്കിലും വാപ്പാനെ ചീത്തറിയും കുട്ടികൾ. അതുവരെ പറഞ്ഞില്ല എന്ന് വെച്ചോളി, അന്നെങ്കിലും പറയും വാപ്പാനെയും ഉമ്മാനെയും കുട്ടികൾ ചീത്ത. അതുകൊണ്ട് മക്കളെ ഭൗതികം നല്ലോണം പഠിപ്പിക്കണം, മതം അതേമാതിരി പഠിപ്പിക്കണം. അതിനുള്ള സൗകര്യങ്ങൾ എന്താണ്, ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഉള്ളിടത്തോളം പഠിപ്പിക്കാം, നടക്കുന്നിടത്തോളം പഠിപ്പിക്കാം. പക്ഷെ നമ്മൾ തയ്യാറല്ല. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. എന്നാൽ 50 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നാലേ 4 കുട്ടിയെ 10-ാം ക്ലാസ്സിലുള്ളൂ. മരിച്ചതല്ല, വേണ്ടെന്ന് വെച്ചതാണ്. മരിച്ചോന്നല്ലത്, വേണ്ടെന്നു വെച്ച തന്നെയാണ് അതിൻ്റെ സംഗതി. മുതിർന്ന പിന്നെ മദ്രസയ്ക്ക് പറഞ്ഞേക്കൂല. ആ മുതിർന്ന കുട്ടീനെ സ്കൂൾക്ക് പറഞ്ഞേക്കണതിനൊരു കുഴപ്പമില്ല. കുറച്ചും കൂടി ബോധമുള്ള ആൾ എന്തായാലും മദ്രസയിലല്ലേ പഠിപ്പിക്കണേ, സ്കൂളിലല്ലല്ലോ. അതിലുണ്ടാവും, മോശമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും കുറേയും കൂടി ബോധമുള്ളത് ഇവിടെയുള്ളത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 ആഴ്ച മുമ്പ് വയനാട്ടിലൊരു പരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ വണ്ടിയിൽ എണ്ണടിക്കാനും മൂത്രമൊഴിക്കാനും ഒക്കെ കൂടി വേണ്ടി കയറി നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് ടൂറിന് പോയ ഒരു വണ്ടി ബസ് നിറയെ ആൾക്കാർ, ആൺകുട്ടികളെ മൂത്രപ്പെരയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച്. ഇവരെ പേരെന്താന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. കാരണം ഒന്നിനും തലേ തട്ടല്ല, ഒക്കെ ജീൻസ് ഇട്ടുങ്ങാണ്ട് അങ്ങനെയാണ് ഉള്ളത്. പേര് ശ്രദ്ധിച്ചു നോക്കി. ഇപ്പോൾ അറബിയിലുള്ള 28 അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചതാ പേരേ.
അറബിയിലെ അക്ഷരം കൂട്ടി യോജിപ്പിച്ച പേരാണ്. ഇവിടുന്ന് കയറിപ്പോയതാണ്. ആ കുട്ടിയും പോയത് വാപ്പാന്റെയും ഉമ്മാന്റെയും മുന്നിന്നാണ്. പാറന്റെ ഉള്ളിൽ നിന്ന് വന്നത് സ്വാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വാപ്പിയമ്മ ഉണ്ടായിട്ട് ജനിച്ചു തന്നെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാവണ്ടേ?